ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അത്തത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ട്. അപ്പോൾ എന്താ പറയുക, അന്ന് അത്തത്തിൻ്റെ ഓണത്തിന് നമ്മളൊരു തുടക്കം കുറിക്കുകയല്ലോ. അപ്പോൾ ആ അത്തത്തിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മോള് അമ്മയൊക്കെ അവിടെ പൂവ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനും ഏട്ടനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇത്തിരി വൈകി പൂവ് പൊട്ടിക്കാനൊക്കെ. എന്നാലും അത് നമ്മൾ ഭംഗിയായിട്ട് തന്നെ നമുക്ക് അത്തം എന്താ പറയുക പൂക്കളിടാം. അപ്പോൾ എല്ലാ കൊല്ലം അതാട്ടോ നമ്മൾ ഈ വീട്ടിലെ പൂവ് ആണ് പൊട്ടിക്കാറ്. പിന്നെ നമ്മൾ കുറച്ച് ഇല്ലാണ്ടാവുമ്പോഴോ ചിലപ്പോൾ ആദ്യത്തെ ദിവസം ഒക്കെ ഒന്ന് പുറത്തുനിന്ന് പൂവ് മേടിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ എന്താണ് ഒട്ടും പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം മിക്ക ദിവസങ്ങളിലും പുറത്തെ പൂവുകൾ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയും നമ്മുടെ ഇവിടുത്തെ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പൂക്കളുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മോള് പൂവൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വായോട്ടോ, ഞാനിപ്പോൾ അകത്താണ് നിൽക്കണേ. അപ്പോൾ പുറത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എപ്പോഴും ഈ വെള്ളപ്പൂവ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല രസമാണ് പൂക്കളത്തിൽ ഇരുന്നാൽ, വാടുമില്ല. രാത്രി വരെയൊക്കെ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു പൂവാട്ടത്. പിന്നെ നമ്മുടെ മുക്കുറ്റി പറിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മോളവിടെ തന്നെ മുക്കുറ്റി പൊട്ടിക്കണം കേട്ടോ. ഇവളൊരു റൗണ്ട് പോയി വന്നത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് പോയിട്ട് വരുന്നു. 4 റൗണ്ട് കയറി ഇറങ്ങുമ്പോൾ ഒരു ലോഡ് മണ്ണുണ്ടാവും കേട്ടോ അകത്ത്. അപ്പോൾ കണ്ട നമ്മളെ ചെമ്പരത്തിയുടെ മുകളിൽ നിറച്ച് പോകുന്നുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. സാധാരണ ചില കൊല്ലം ഓണത്തിന് തീരെ ഉണ്ടാവില്ല അല്ലേ, ഒരു പൂവും ഉണ്ടാവില്ല. ഇത് ഈ കൊല്ലം എന്തായാലും പൂവൊക്കെ ഉണ്ട്. വെയിൽ ഉദിച്ചാൽ ഈ ചെമ്പരത്തിയുടെ മുകളിൽ നല്ല പൂവുണ്ടാവും. അതാണ് കേട്ടോ അത്. കണ്ടോ ചെമ്പരത്തി എവിടെയാണ് നിൽക്കണത് നോക്കി. അതാണ് ഈ പൂവും. പിന്നെ നമ്മൾ ആ വെള്ള പൂവാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കളത്തിൽ. ഇത് നമ്മുടെ ഒരു ചെറിയ കൃഷി ഇവിടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അന്ന്, ഇഞ്ചിയൊക്കെ. അതൊക്കെ ഇത്രയായിട്ടാ ഇഞ്ചി. പിന്നെ നമ്മൾ വേപ്പിനെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് പൊടിച്ച് വന്ന് നിൽക്കണതാട്ടോ. അപ്പോൾ ഇത് മേലെ ഇരുന്ന് അത് മേലെ നിന്ന് ഞാൻ താഴത്തേക്ക് ഇറക്കി കൊണ്ടുവന്നതാ. ഇത് നമ്മുടെ ബാക്കിൽ നിൽക്കണ തെച്ചി പൂവില്ല കേട്ടോ, അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ മുളക് തൈ. നിറയെ മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മുളകുണ്ടായിട്ടുണ്ട്. കണ്ട ഒരു എന്താ പറയുക, ഞാവൽപ്പഴം പോലുള്ളൊരു കളറും അതേപോലെ തന്നെ ഉണ്ടായിട്ടുള്ള മുളക് കേട്ടോ. ഇതുവരെ ഞാനിത് നോക്കിയിട്ടില്ല കേട്ടോ. എത്ര എരിവുണ്ട് എന്നൊന്നും നോക്കിയിട്ടില്ല, പൊട്ടിച്ചിട്ടില്ല. കണ്ട കുറേ ഉണ്ട്. ഇത് ഇവിടെയൊക്കെ ഉണ്ട്. കണ്ട വെള്ളീച്ച പറക്കുന്നുണ്ട് കേട്ടോ. കണ്ട നിറയെ ഉണ്ട്, വെള്ളീച്ചയുണ്ട്. ഇവിടുത്തെ നമ്മുടെ തെച്ചിമ ഇതാ പൂവുണ്ട് കേട്ടോ, നല്ല പൂവ്. പൈപ്പിൽ വെള്ളം വന്ന കാരണം കൊണ്ട് മീൻകുളത്തിൽ ഇങ്ങനെ വെള്ളം പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു തവള കിടക്കുന്ന. ഇത്രയാവുമ്പോഴാണ് കേട്ടോ തവള വരിക. പോകുമ്പോൾ 1/2 കിലോനൊക്കെ ആയിട്ട് പോവുക, 1 കിലോനൊക്കെ ആയിട്ട്. ഇതൊക്കെ നമ്മൾ അന്ന് മേടിച്ച ചെടികൾ ഇത്രേ ആയിട്ടുള്ളൂ. ഇത് വേറൊരു കാര്യം കാണിച്ചാൽ കേട്ടോ. ഇത് നോക്കി, പൂവുണ്ടായിട്ട്
ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഉണ്ട്, എവിടെയാന്ന് നോക്കിയിട്ട് കാണാനില്ല. ഇത് ഒരു ചട്ടിയിലാണ് വെച്ചേക്കണം കേട്ടോ. ഒരു കമ്പി തിരിച്ചിട്ട് പൂവുണ്ടായിപ്പോൾ. ഇനി അപ്പുറത്ത് വെള്ളം കൊടുന്ന് വയ്ക്കണം. അപ്പോൾ 2 തരം പൂവുണ്ടാവുമല്ലോ. ഈ ഇലയാണ് കേട്ടോ നമ്മുടെ മെയിൻ പൂക്കളിടാനായിട്ട്. ഇത് പൂവില്ലാത്തപ്പോൾ നമ്മളതിനെ സഹായിക്കണ ചെടിയത് കണ്ടോ. അത് ഭയങ്കരമായിട്ട് കാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. കണിക്കൊന്ന നിൽക്കുന്നുണ്ടോ? ആ, കണിക്കൊന്ന പുതിയ മുട്ട് വന്നിട്ട് നിൽക്കണം കേട്ടോ. ഇപ്പുറത്തും കൂടിയിട്ട് ഇതുപോലെ ഒരു മതിൽ പോലെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടുള്ളത് അവിടുന്ന് ഒടിച്ചിട്ട്. മോള് തുളസി പൊട്ടിച്ചോട്ടാ. ഇവിടെയൊക്കെ വീണ്ടും കാട് പിടിച്ചു. ഇത് മോള് വെച്ച തുളസിക്കാടാ. കാടാവണില്ല അങ്ങോട്ട്. ഉയരം വെക്കണില്ല അല്ലത്, തീരെ ഉയരം വെക്കണില്ല. പക്ഷെ ഇങ്ങനെ കുറച്ച് കിട്ടും മാല കെട്ടാനൊക്കെ. ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ. ഇത് പൊട്ടിക്കും തോറും ഇങ്ങനെ പുതിയത് വരുന്നുണ്ട്. തണലത്ത് നിൽക്കണ കാരണം കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇത് അധികം അങ്ങോട്ട് തളിർക്കാത്തത്. പൊണ്ണതൊക്കെ പൂ പൊട്ടിക്കുക. അടിയിലൊരെട്ടെണ്ണം നിർത്തിയാൽ മതി. മുരിങ്ങത്തമ്പടി ആ പാത്രം എടുക്കായിരുന്നില്ലടി. പാത്രം ഉള്ളിലേക്ക് എത്തണില്ലല്ലോ. അങ്ങനെ തെന്നി മാറി കളിക്കും മോള്. മോയാ വാങ്ങിയ പൂ വേസ്റ്റ് ആവൂട്ടാ. മതി. അപ്പം ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ മേടിച്ച പൂവിടണ്ടേ, അതിനാണ്. സ്ഥലം ഉണ്ടാവണം. അടുത്തിട്ട് പാ. നാടൻ പിറ്റൂണിയ, മുക്കുറ്റി, തുളസി. ഇത് കാക്കപ്പൂവാ. അതെയോ, അങ്ങനെ പറയുന്നതിന് എനിക്കറിയില്ല കേട്ടോ. പിറ്റൂണിയ മറ്റല്ലോ ചെമ്പരത്തി. ഇതിനെന്താ പറയാ വെള്ളപ്പൂവിന്? പാലയോ? ഇനി നമ്മള് മേടിച്ച പൂവ്
ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറേ കുഴിച്ചിട്ടൊക്കെ നോക്കിയിട്ടാ മേടിച്ചിട്ട്, പക്ഷെ ഒരു കാര്യമില്ല, ഉണ്ടാവണില്ല. അതിന്ന് എടുക്കുമ്പോളോ കവറിന്ന് എടുക്കടാ. ഈ ഒരു കളറോള് നല്ല രസമുണ്ട്. അതൊക്കെ ഒരുമിച്ച് വെക്കി. ഓ ഇടാടി. കത്രിക ആ അച്ഛനെ ഞാൻ മരുന്ന് വെട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഗുളിക വെട്ടിയിട്ട്. ഹരിയാന ഹരിയാന പൂക്കൾ പൂക്കൾ ലാസ്റ്റ് ആകുമ്പോഴാണ് പൂത്തയ്ക്കാറ്. ആദ്യം നമ്മൾ ഒരു തുളസി വെക്കണം. അങ്ങനെയൊന്നുമില്ലേ? ഏതാ വെക്കണം നമ്മൾ ആദ്യം? നിർബന്ധമൊന്നുമില്ല. ആദ്യം ഏതാ വെക്കുക? ഇതിട്ടോ ആദ്യം നമ്മുടെ എന്താ പറയുക, ഈ പൂവിനെയാണ് നമ്മൾ ഫ്രണ്ടിൽ വെക്കാറ്. ഗ്രൂപ്പിലിട്ട് സമ്മാനം ഉണ്ടാകുന്ന എന്നിട്ട് എല്ലാവർക്കും വരെ സമ്മാനം അങ്ങനെ തന്നെ കൊടുക്കുക. ഇതിപ്പോൾ ആരും ആയിട്ട് ചെയ്യണതല്ലല്ലോ, എല്ലാവർക്കും അവസരം വേണ്ടേ. അവിടെ വീണു. ഇത് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം ഇത് 2 മിനിറ്റ് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര അതിന് തീരെ ആരോഗ്യമില്ലാത്തൊരു പൂവാ. അപ്പം ഇത് വേഗം അങ്ങനെ ഇതാവും. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ വെക്കണ്ട, ഞാൻ വെച്ചുതരാം. അപ്പം അത് പരത്തിൻ്റെ ഇത് പരത്തിയിടരുത്, ഇത് ഉണ്ടാക്കിയിട്ടിടണം, കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ വാടും. ഇനി നമ്മൾ ഇപ്പോൾ മോളിത് ഇവിടെ അരിഞ്ഞ് ചുറ്റും കേട്ടോ. ആ വെള്ളം നനഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ട് പോരില്ലേ പോയിട്ട്. മോളടുത്തോളം വിജയൻ്റെ അവിടെ പോക്കുള്ളത് ആ. ഇവിടെ കുറച്ചെടുത്തിട്ട് ഇളക്കം അവിടെ ഇരുന്നോളൂ. തുളസിച്ചു. ഇനിയാണ് നമ്മൾ നമ്മുടെ തുളസി വെക്കാൻ പോണത്. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുണ്ട് കാണാൻ ഭംഗിയില്ലേ.
ചുവപ്പ്, പച്ച, മഞ്ഞ, ഓറഞ്ച്. ഓറഞ്ച് കാണാൻ ചേട്ടാ ഈ സൈഡിൽ പോയി. ഇപ്പോൾ അത്തപ്പൂക്കളം ഇന്നത്തെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാവും അല്ലേ? ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ വീഡിയോ അത്രയ്ക്കുള്ള. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.